നമസ്തേ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ബി.ജെ.പി പ്രതിനിധി PR ശിവശങ്കറാണ്. സർ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രമേയമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാവുന്നത്. സാറും അറിഞ്ഞിട്ടുണ്ടാവല്ലോ, റാപ്പർ വേടനെ പോലെ ഒരു വ്യക്തിയെ യുവതലമുറ മാതൃകയാക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്താണ് സാറിന്റെ നിലപാട്? നോക്കൂ, നമ്മൾ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ, അയാളുടെ വ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അയാളുടെ ഭാഷയും അയാളുടെ ആശയങ്ങളും, അയാൾ പുറത്തേക്ക് പറയുന്ന ആശയങ്ങളുമാണ് അയാളുടെ വ്യക്തിത്വത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള അവരുടെ ആശയ ദാരിദ്ര്യം, അതാണ് ഇതിൽ ഞാൻ കൂടുതലായും കാണുന്നത്. കാരണം എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, ആദർശമുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ കാലം മുതലേ നമ്മൾ പഠിച്ചത് ഈ രാജ്യത്തിന്റെ, ഈ ഭാരതത്തിന്റെ ദർശനം അത് രാമരാജ്യമാണെന്നും മഹാത്മാഗാന്ധി അത് എത്രയോ തവണ, അത് 1920-25 കാലഘട്ടം മുതൽ നിരന്തരമായി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കുവാനും എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭരണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാനുമായിട്ടാണ് അദ്ദേഹം രാമരാജ്യം എന്നുള്ള സങ്കല്പം മുന്നോട്ട് വെച്ചത്. അത് ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ഒരു ആശയത്തിന്റെ ബേസ് ആയിരുന്നു. ആ ആശയം വെച്ചിട്ടാണ് നമ്മളുടെ സ്വാതന്ത്ര്യ സമരമായാലും അതിനുശേഷമുള്ള കുറച്ചെങ്കിലും കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടന്നതും, അല്ലെങ്കിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ തങ്ങൾക്ക് ജീവത്യാഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ഇന്ന് നോക്കൂ, രാമനെ കുറിച്ച് എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ രാമനെ അറിയില്ല എന്ന് പറയുന്ന, രാവണനെ മാത്രമാണ് അറിയുന്നത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെയാണ് പിന്തുടരുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുമ്പോൾ അവിടെ കാണുന്നത്, മുഴച്ചു നിൽക്കുന്നത് ആശയ ദാരിദ്ര്യമാണ്, അവരുടെ ചിന്താ ദാരിദ്ര്യമാണ്. അവർക്ക് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നിന്ന് ഒന്നും ഇതുവരെ പഠിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് അല്ല, ഇത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ്. ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് ശ്രീരാമചന്ദ്രന്റെ സങ്കല്പമല്ല, മറിച്ച് രാവണന്റെ സങ്കല്പമാണ്. ഇത് കോൺഗ്രസ് അല്ല, ഇത് മറ്റേതോ പാർട്ടിയാണ്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. സർ, വേടനെ പോലെ ഒരു വ്യക്തിയെ അവർ പ്രതിനിധീകരിക്കുമ്പോൾ, വേടൻ റാപ്പർ എന്നുള്ളൊരു രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രതിനിധിയുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന് മാതൃകയാക്കണം എന്ന് പറയുമ്പോൾ അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അധംപതനത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? എന്താണ് രാവണൻ എന്നുള്ള സങ്കല്പത്തിന്റെ പുറകിൽ ഇവർ കാണുന്ന മഹാത്മ്യം? നോക്കൂ, രാവണനെ ഏത് കാലഘട്ടത്തിലാണ് ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്? രാവണൻ ഒരു കാലഘട്ടത്തിലും ജനങ്ങൾക്ക് പറ്റിയ, അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ആദർശമല്ല. ഇവർ ഈ മുന്നോട്ട് വയ്ക്കുന്ന ദളിത് പാരമ്പര്യം പോലില്ല. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ ഏറ്റവും മോശമായി കാണുന്ന, സീതയെ തട്ടിക്കൊണ്ടുവരുന്ന ഭീരുവായ, ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആ മനുഷ്യന് വേണ്ടേ? അതായത് പലകുറി കൊള്ളയടിച്ച, പല ഗ്രാമങ്ങളെയും നഗരങ്ങളെയും, അന്നത്തെ റിസർവ് ബാങ്കും കുബേരനെയൊക്കെ കൊള്ളയടിച്ച ആള് സീതയെ പോയിട്ട് ഭീരുവായി, രാമൻ പോയിട്ടും ലക്ഷ്മണനെ മാറ്റി നിർത്തിയിട്ടും സീതയോട് നേരിട്ട് വരാൻ കഴിയാതെ വേഷം മാറി വന്നാണ് രാവണൻ തട്ടിക്കൊണ്ടുവരുന്നത്. ഇത്ര ഭീരുവായ ഒരാളെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അപ്പൊ ഇത്തരം ഭീരുവായ മറ്റ് സ്ത്രീകളെ, പുരുഷന്മാരുടെ മറ്റ് ഭാര്യമാരെ നിർബന്ധിച്ച് തട്ടിക്കൊണ്ടുവരികയും, വീട്ടിൽ അവിടെ കുടുംബത്തിൽ 4-5 ഭാര്യമാരുണ്ടായിട്ടും വീണ്ടും ഒരു ഭാര്യയും കൂടി കൊണ്ടുവരുന്ന സ്ത്രീലമ്പടനായ ഒരു ഭീരുവായ ആളെ എന്തിനാണ് നിങ്ങൾ ആദരിക്കുന്നത്? അല്ലെങ്കിൽ അയാളെ ആദരിക്കുമെന്ന് പറയുന്ന ആളെ എങ്ങനെയാണ് നിങ്ങൾ ആദരിക്കുന്നത്, ഈ കോൺഗ്രസ്സുകാർ ആദരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിർഭാഗ്യവശാൽ ഈ പുതിയ തലമുറയെല്ലാം തെറ്റായ വ്യക്തിത്വങ്ങളെയാണ് ആദരിക്കുന്നത്, അതിനെ പിന്തുണയും നൽകുന്നു. ഇപ്പൊ നോക്കൂ, രാമനെ അറിയില്ല രാവണനെ എന്ന് പറയുമ്പോൾ, രാവണനെ അറിയണമെങ്കിൽ രാമായണം വായിക്കണമല്ലോ. രാമായണം വായിക്കാതെ അവരെങ്ങനെയാണ് രാവണനെ അറിയുന്നത്? അപ്പോ രാമായണം വായിക്കുകയും, പക്ഷെ ശ്രീരാമചന്ദ്രൻ ഏകപത്നി വ്രതം കൃത്യമായി നോക്കിയ യുദ്ധത്തിൽ തങ്ങളുടെ എതിരെ നിന്ന് യുദ്ധം ചെയ്തപ്പോൾ രാവണനും കുംഭകർണനും അടക്കം ആയുധം നഷ്ടപ്പെട്ടപ്പോൾ വൈകുന്നേരം പോയി തിരിച്ച് സൗകര്യമായി വളരെ വിശ്രമിച്ചതിന് ശേഷം യുദ്ധം ചെയ്യാൻ വരൂ എന്ന് പറയുന്ന ധർമ്മത്തിന്റെ മൂർത്തിയായ ശ്രീരാമൻ, അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തിൽ പോലും ഒരു ദൈവവിശ്വാസി അല്ലാത്ത ആളുകളെ പോലും തങ്ങൾ കൂടെ മന്ത്രിസഭയിൽ വെച്ച രാമചന്ദ്രൻ, ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇത്തരം ശ്രീലംബടനായ ഒരു രാവണനെയാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരായ ചില സിനിമാ നടന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് കർണനെയാണ്. കർണൻ വലിയ ധീര യോദ്ധാവാണ്. കർണൻ എത്രയോ തവണ അർജുനായിട്ട് യുദ്ധം ചെയ്തു പോയിരിക്കുന്നു. മാത്രവുമല്ല കർണൻ, നമുക്കറിയാം ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നല്ല സുഹൃത്തു പോലുമല്ല. ദുര്യോധനനെ ഒരു ഇവിടെ വെച്ചിട്ട്, കാട്ടിൽ വെച്ചിട്ട് മറ്റൊരു ഗാന്ധർവൻ യുദ്ധം ചെയ്ത് കെട്ടിയിട്ടപ്പോൾ ഓടി കിലോമീറ്ററോളം ഓടി മാറി എന്നിട്ടാണ് ശകുനിയും കർണനും ശ്വാസം വിട്ട് നേരെയിരുന്നത്. അപ്പൊ സ്വന്തം കൂട്ടുകാരനെ ദ്രോഹിച്ച അല്ലെങ്കിൽ കഷ്ടപ്പാടിൽ വിട്ടുകളഞ്ഞ ഒരു കർണൻ, അതുപോലെ തന്നെ ദ്രൗപദിയെ ദ്രോഹിച്ച കർണൻ, പലകുറി അർജുനോട് തോറ്റ കർണൻ. പക്ഷെ തലമുറയ്ക്ക് ഇന്ന് കർണൻ മഹാനായ നേതാവാണ്. അതുപോലെ തന്നെയാണ് ചെഗുവേരയും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ സ്ത്രീകളോട് മോശമായി പെരുമാറിയ ഒരാളില്ല. അതുപോലെ തന്നെ വലിയ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഗറില്ല യുദ്ധമോ ഒന്നും അങ്ങേര് നടത്തിയിട്ടില്ല. നടത്തിയ യുദ്ധമൊക്കെ തോക്കുകയും ചെയ്തു. എന്നിട്ടും ചെറുപ്പക്കാരുടെ മുന്നിൽ ഇത്തരം കള്ള ബിംബങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ യുവാക്കളെ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന സംസ്ഥാനത്തെ ഈ ഒരു കൂട്ടം നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഇത് ചിന്താ ദാരിദ്ര്യമാണ്. നേതൃത്വത്തിന് ആശയ ദാരിദ്ര്യവും അവർക്ക് മുന്നോട്ട് വയ്ക്കുവാനായിട്ടുള്ള കഴിവുമില്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ നേതാക്കളാണ് യുവാക്കളെ അല്ലെങ്കിൽ പുറകിലുള്ളവരെ നയിക്കേണ്ടത്, അണികളെ നയിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് അണികളാണ് നേതാക്കളെ നയിക്കുന്നത്. അണികളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന, അവരെ ഒരു മഹാത്മാഗാന്ധിയും എബ്രാഹിമിനൊക്കെ പറയുന്നുണ്ട്, ദ മാസ് എഡ്യൂക്കേഷൻ ഈസ് ദ റിയൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. ഇത്തരം ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട അണികളെ നല്ല സ്ഥലത്തേക്ക് ആനയിക്കുവാനുള്ള കഴിവില്ലാത്ത, ആശയദാരിദ്ര്യമുള്ള നേതാക്കളെ കൊണ്ടാണ് ഇത്തരം അണികളുടെ പുറകെ പോകേണ്ടി വരുന്ന ഗതികേട് ഇവർക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ള തെറ്റായ വ്യക്തികളെ ആരാധിക്കപ്പെടണം എന്ന് നിർബന്ധിക്കുന്ന ഒരു നേതാക്കളുടെ മുന്നിലേക്ക് എത്തിപ്പെടും. അതിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കള് കൂടുതൽ പഠനം നടത്തണം, കൂടുതൽ ജാഗരൂകരാകണം. ഇത്തരം തെറ്റായ മാർഗയിലേക്ക് നിങ്ങൾ പോകരുത് എന്നുകൂടിയാണ് നമ്മളെപ്പോലുള്ളവർ അവരെ പഠിപ്പിക്കേണ്ടത്. സാർ, നാം ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ ഈ സമീപകാല പ്രവർത്തനങ്ങളിൽ നിന്നും അവർ അവരുടെ ആദർശങ്ങളിൽ നിന്ന് ഒരു പിന്മാറലാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കോൺഗ്രസിന് സ്വന്തമായുള്ള ആദർശങ്ങൾ, ഇപ്പൊ ഗാന്ധിജി, നെഹ്റു പോലുള്ള അത്രയും വ്യക്തികൾ ഉള്ളപ്പോൾ വേടനെ പോലെ ഒരു വ്യക്തിയെ അവർ മാതൃകയാക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ കോൺഗ്രസിന്റെ, ഇത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിപ്പോൾ ജിഹാദികളുമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കാണ് പോകുന്നത്. നമുക്കറിയാലോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കണ്ടതാണ്. അപ്പൊ മൊത്തത്തിൽ ജയിക്കാൻ വേണ്ടി ഇപ്പം തുടർച്ചയായ 10 വർഷത്തെ തെരഞ്ഞെടുപ്പ് തോൽവി ഏറ്റെടുത്തിട്ട് അപ്പോൾ ഇനി ജയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോട്, നെഹ്റു എന്നുള്ള ഒരു ബിംബത്തെ ആരാധിക്കണം എന്നുള്ള ആഗ്രഹവും പ്രതീക്ഷയും എനിക്കില്ല. നിർബന്ധം എനിക്കില്ല. കാരണം തെറ്റായ പല ബിംബങ്ങളെയും ആരാധിച്ച കൂട്ടത്തിൽ തന്നെയാണ് നെഹ്റുവിന്റെ കാര്യവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാത്മാഗാന്ധിയെ തീർച്ചയായിട്ടും പക്ഷെ ആരും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള കാര്യവും സംശയമില്ല. ഞാൻ സൂചിപ്പിക്കാൻ വരുന്നത്, ഇത് സാഹിത്യത്തിലും ഇതേ പ്രശ്നമുണ്ട്. പുതിയ തലമുറയ്ക്ക് ദേ ആർ നോട്ട് ഗോയിങ് ടു ദ പ്രിൻസിപ്പിൾ. യഥാർത്ഥ പുസ്തകങ്ങളും അതിന്റെ ബേസിക് പുസ്തകങ്ങളും വായിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഗാന്ധിജിയെ അല്ല, ഇപ്പോൾ വേടനെയാണ് പലർക്കും താല്പര്യം എന്നുള്ളത് പോലെ MT വാസുദേവൻ നായർ വരുന്ന പരിപാടിയിൽ, ഞാൻ പോയൊരു പരിപാടിയിൽ 1000 പേര് പങ്കെടുത്ത് ഹോള് നിറയാൻ അവർ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ തൊപ്പിയെന്നും ഒറ്റ പേരുള്ള ഒരു യൂട്യൂബറുടെ പരിപാടിക്ക് 10,000 പേര് വന്നിരിക്കുന്നു. ഇത്തരത്തിൽ യുവതലമുറകൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നുണ്ട്. ഒരു സംശയവുമില്ല, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അവര് ഒരു ചെറിയ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആ കുറച്ച് നേരത്തെ, അല്ലെങ്കിൽ ആ വർത്തമാനകാലത്തെ ഒരു സന്തോഷം മാത്രം കിട്ടുവാൻ വേണ്ടിയിട്ട് ചില ആഗ്രഹങ്ങളുടെ പുറകിലാണ് ഇത് പോകുന്നത്. മറിച്ച് അവരെ കൂടുതൽ നല്ല രീതിയിലേക്കും ഒരു ദീർഘമായ കാലയളവിലേക്കുള്ള അവരുടെ ഗുണകരമായ നേട്ടത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു തലമുറ തന്നെ നേതാക്കൾ വേണം. അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാനടക്കമുള്ള മുൻ തലമുറയുടെ തെറ്റായ, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ തെറ്റായ വഴിയിലേക്ക് പോകുന്നത്. കൂടുതൽ നല്ല സാഹിത്യത്തിലേക്കും നല്ല രാഷ്ട്രീയത്തിലേക്കും ഗുണപരമായ രാഷ്ട്രീയം മനസ്സിലാക്കുവാനും, അതുപോലെ തന്നെ രാജ്യത്തിനും സമൂഹത്തിനും എല്ലാം വ്യക്തിപരമായി അവർക്കും കുടുംബത്തിനും നേട്ടങ്ങൾ, ഒരു ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാക്കുവാനും, എല്ലാവർക്കും സന്തുലിതമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള ഒരു വഴിയിലേക്ക് ഇത്തരം ചെറുപ്പക്കാരും രാഷ്ട്രീയ നേതാക്കളും അവരുടെ സാഹിത്യകാരന്മാരും അവരുടെ പ്രവർത്തകരും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെയും വരണമെന്നും, ഗാന്ധിജിയെയും കൃഷ്ണനെയും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനെയും പോലുള്ള
ഇന്ത്യൻ സങ്കല്പത്തിന് ഏറ്റവും അനുയോജ്യമായ ധർമ്മത്തിന്റെ മൂർത്തിഭാവങ്ങളായ ഇത്തരം ആളുകളെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. അതല്ലാതെ രാവണനെയും കർണനെയും അല്ല എന്നുകൂടി ഒരിക്കൽ കൂടി നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തായാലും കോൺഗ്രസ് അവരുടെ തീരുമാനങ്ങൾ ഒന്നുകൂടി വിചിന്തനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സാർ.